ജോസഫ് കെ ജോർജൻ, പ്രിയപ്പെട്ട വിസികർഷന്മാർ, ഇന്ന് മനോഹരമായ ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വത്തിലുള്ളതായ പ്രിയപ്പെട്ട ഗായസംഘാംഗങ്ങൾ, അതോടൊപ്പം തന്നെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നതായ ശേഷം ജൂനിയർ ശരിയാസനത്തിലെ പ്രിയപ്പെട്ട മാതാക്കൾ, ജൂനിയർ സംഘാംഗങ്ങൾ, ഈ പ്രോഗ്രാമുകൾ കാണാൻ വളരെ താല്പര്യത്തോടെ ഇവിടെ സ്നേഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട വിശേഷിച്ച് പ്രായത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ സ്നേഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട ഇവരൊക്കെ നന്ദിയുടെ ഓർക്കണം. ഇവിടെ സ്വാഗതത്തിൽ ഓർപ്പിച്ചതുപോലെ ഒരു പക്ഷെങ്കിൽ നെക്സ്റ്റ് ക്രിസ്മസ് ഞങ്ങളുടെ സിനിമാലയ ശുശ്രൂഷ അപ്രകാരമാണ്. ഞങ്ങൾ ഏൽപ്പിക്കുന്ന ഒരു സമയപരിധി, ആ സമയപരിധിക്കുള്ളിൽ ഞങ്ങളുടെ ശുശ്രൂഷ അവസാനം. പ്രത്യേകിച്ച് വീണ്ടും ഒരു ക്രിസ്മസ് കൂടെ ഒരുമിച്ച് ഇടവയിൽ ആയിരിക്കണം ദൈവസഹായിക്കുന്ന പ്രശ്നമാണ്. ഇത് ഞങ്ങൾ ഇവിടെ വന്ന് 3 വർഷക്കാലം ഈ ആലയത്തിൽ ഈ ദേശത്ത് വാർത്ത ശുശ്രൂഷിക്കണം ദൈവവസനമാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കുകയും ഓർക്കുകയും ചെയ്യുന്നൊരു കാര്യം, നിങ്ങൾ അറിയാവുന്ന ആ ദേശം ഒരു പക്ഷെങ്കിൽ ഞങ്ങൾ മുൻപ് കണ്ടിട്ടില്ലാത്ത ആളുകൾ, അതോടൊപ്പം തന്നെ ഒരു പക്ഷേ ഞങ്ങൾ എത്തിപ്പെടുമോ എന്ന് പറയാത്തതായ ദേശങ്ങളിലൊക്കെയാണ് ഞങ്ങൾ എത്തിപ്പെടുന്നത്. എന്നാൽ അവിടെ ഈ ശുശ്രൂഷ ദൈവത്തിൻ്റെ ശുശ്രൂഷ, ആ ശുശ്രൂഷ പ്രകാരം ദൈവോന്മുഖമായി നിർവഹിക്കുമ്പോൾ അവിടെയാണ് ശുശ്രൂഷ അർത്ഥവത്തായിരിക്കുന്നത്. ഇന്ന് പ്രിയപ്പെട്ട റോയിസൻ നമ്മോടൊപ്പം ആയിരിക്കുന്നത് പ്രശ്നമായിരിക്കുന്നത് സന്തോഷമാണ്. പ്രിയപ്പെട്ട അച്ഛനെ ഇടവയിൽ വരുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഞാൻ ഇതിനോട് മുൻപ് പ്രവർത്തിച്ചതായ ക്രിസ്മസ് ഇടവകയിൽ ഞാൻ ജോർജേസിനോട് പ്രവർത്തിച്ചത്. പ്രിയപ്പെട്ട അച്ഛനും റോയിസും എൻ്റെ കൂട്ടുകാരാണ്. ഒന്നുപോലുള്ളതായ വലിയ ബന്ധം, സ്നേഹം. ഇവിടെ പ്രിയപ്പെട്ട അച്ഛൻ്റെ തിരുവനന്തപുരത്തിന് ശേഷം ഇടവയിൽ ശുശ്രൂഷിക്കാൻ ദൈവാവസരമാണ്. പ്രിയപ്പെട്ട അച്ഛൻ നമ്മുടെ ഭാര്യയ്ക്ക് സന്തോഷമുണ്ട്. ക്ഷണിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷമാണ്. പറയുന്നൊരു കാര്യം, ഇടവയിൽ അനുഗ്രഹീതമാണ് ശുശ്രൂഷിക്കാൻ. ഇടവയുടെ സ്നേഹം കരുതലുള്ള ഇടയാണ് സ്തുതിക്കും. ഈ ദിവസങ്ങളിൽ ഗായസംഘം അവരുടെ ശുശ്രൂഷകൾ വലുതാണ്. ഇതിന് അധ്വാനം അതിൻ്റെ മുന്നിലുണ്ട്. അവരുടെ അധ്വാനത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇന്ന് ഇവിടെ യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ യുവജന സംഘത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, അവരുടെ വലിയ ഉത്സാഹവും താല്പര്യവുമാണ് ഇത് മനോഹരമായി നിലനിൽക്കുക. പ്രത്യേകിച്ച് പള്ളി മുഴുവൻ ദീപാലങ്കൃതമായി പ്രോഗ്രാമുകൾ ക്രമീകരിക്കാൻ ഇടയായിട്ടുണ്ട്. ഈ 3 ദിവസങ്ങൾ ഭവനങ്ങളെ സന്ദർശിക്കാം. അത് കാണിക്കുന്ന ഉണ്ടാവും. മറ്റു സംഘങ്ങൾ ഒക്കെ ധന്യമായ ശുശ്രൂഷ സ്തുതിക്കും. ഒരു ഇടവക എന്ന് പറയുന്നത് ദൈവജനവും ഒത്തുചേരുന്ന ഇടമാണ്. ക്രിസ്മസ് ആളുകളിലേക്ക് നാം അടുത്ത് വരുമ്പോൾ ഒരു പക്ഷേ നിങ്ങളിതിൽ സൺഡേ സപ്ലിമെന്റ് വായിച്ചതാണെന്നാണ് ഞാൻ ചിന്തിക്കുകയാണ്. മലയാള മനോരമയുടെ സൺഡേ സപ്ലിമെന്റ് ഞാനത് വായിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ 3-4 വ്യക്തികളുടെ ജീവിതാനുഭവങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അതിലൊരു ജീവിതാനുഭവം ഇതിൻ്റെ അവസാനത്തിൽ പ്രകാരം കുറിക്കുന്നുണ്ട്. സ്നേഹം ദോഷത്തിൻ്റെ മണത്ത് സൂക്ഷിക്കുക, സ്നേഹം എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം വിദ്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു, സ്നേഹം എന്നും നിലനിൽക്കുന്നു.
ഈ ബൈബിൾ വാക്കുകളാണ് എൻ്റെ ഉൾക്കരുത്ത്. അതാണ് എൻ്റെ ജീവിതത്തിന്റെ വഴിയിൽ വിളക്ക് മരങ്ങളായിരുന്നു ഈ വാക്കുകൾ. ഒരു ലേഖനം, ഒന്നാം ലേഖനം, അതിന്റെ 11-ാം ധ്യാനത്തിലാണ് ഈ വാക്യങ്ങൾ കാണാനായിട്ട് കഴിയുന്നത്. ഇത് ഒരു പെൺകുട്ടിയുടെ ജീവിതാനുഭവമാണ്. ജീവിതത്തിനോട് അനുഭവിച്ചതായ ദൈവിക കരുതലിന്റെ അനുഭവമാണ് പറയുന്നത്. നിൻസി എന്ന് പറയുന്ന ആ പെൺകുട്ടി അവളുടെ ജീവിതത്തിൽ അവളെ ഒരു നിമിഷം തീരുമാനിക്കുകയാണ് തന്റെ ജീവിതം ഈ ലോകത്ത് നിന്ന് മാറ്റുന്നത് അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നത്. അങ്ങനെ അവളെടുത്തൊരു തീരുമാനത്തിലാണ് അവളുടെ ജീവിതം മാറി മറിയുക. അല്ലെങ്കിൽ താഴ്വശം പൂർണ്ണമായി തളർന്ന അനുഭവം. അവൾ പറയുന്നു, ചില നിമിഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ ആർക്കൊക്കെ വേദനയായി മാറ്റുകയാണ്, ഞാൻ ആർക്കൊക്കെയോ പ്രയാസമായി മാറ്റപ്പെടുകയാണ്. എന്നാൽ ആ ചിന്തകളിൽ നിന്നൊക്കെ നമ്മളെ ബലപ്പെടുത്തുന്നത് വചനമാണ് നമ്മൾ സാക്ഷിക്കുന്നത്. ഒരു ക്രിസ്മസ് കാലഘട്ടം നാം ആയിരിക്കുമ്പോൾ ക്രിസ്മസ് എന്താണ് നമ്മൾ പറയുന്നത്? നിങ്ങളുടെ 3-4 പേരുടെ ചരിത്രമൊക്കെ പറയുന്നു. ഇവിടെ എല്ലാം പറയുന്നത് സ്നേഹം പങ്കുവയ്ക്കുന്ന അനുഭവമാണ്. ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവെച്ചതാണ് ഞാൻ നിങ്ങൾ. ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവെച്ചതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കർത്താവിന്റെ സ്നേഹം അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം, ആ സ്നേഹത്തിന്റെ മൂർത്തിഭാവമാണ് ക്രിസ്തുവിലൂടെ യാഥാർത്ഥ്യമാക്കുന്നത്. ആ സ്നേഹമാണ് ക്രിസ്തുവിന്റെ ഭൂമിയിലേക്ക് നമ്മുടെ ദൈവത്തിനായി പാർക്കാൻ തക്കവണ്ണം ഒരുക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം നാം അനുഭവിക്കുമ്പോൾ ഈ സ്നേഹം വാഹനത്തിനാണ് ഉപയോഗിക്കുകയാണ്. നാം ഒരു ഇടവകയെ മൊത്തത്തിലെടുക്കാൻ പരിശോധിക്കുമ്പോൾ ഈ സ്നേഹ വാഹകരായ തീരുമാനം നമ്മൾ വിളിച്ചിരിക്കുന്ന ബോധ്യം. ഇന്ന് നാം ഒന്ന് ചുറ്റുപാടുകളെ കണ്ടുപിടിക്കുമ്പോൾ സ്നേഹത്തിന്റെ അനുഭവം എവിടെയൊക്കെ നഷ്ടപ്പെടുകയും ഒരു പക്ഷേ ഒന്ന് വഴക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ അത് ദേഷ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഭിന്ന അഭിപ്രായം ഉണ്ടാകുമ്പോൾ ആ ഭിന്നാഭിപ്രായങ്ങളെ സ്വീകരിക്കാനോ അല്ലെങ്കിൽ അതിനെ സാക്ഷീകരിക്കാനോ കഴിയാതെ മനുഷ്യനെ തകർത്ത് കളയുന്നതായ ജീവിത യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം പ്രസംഗം ഉറപ്പിച്ചതുപോലെ റാന്നിയിലെ മാർത്തോമ പള്ളിയിലെ വേദമാണ് പരസ്പരം കലഹിച്ചതിന്റെ പേരിൽ ഒരു മനുഷ്യനെ നിഷ്കരണം കാർ അപകടത്തിൽ കൊലപ്പെടുത്തുക ഇടയായിട്ടുണ്ട്. അങ്ങനെയല്ലോ. അതുകൊണ്ട് കർത്താവിന്റെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായി ക്രിസ്തുവിന്റെ പുരുഷന്റെ അടയാളത്തിൽ നാം ആയി തീർന്നു എന്ന് പറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ അപ്രകാരം പേര് നൽകപ്പെട്ടതുകൊണ്ട് ഈ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മൾ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇന്നത്തെ ലോകത്തിൽ ഈ സ്നേഹത്തിന്റെ അനുഭവം കരുതാൻ സാധിക്കാം. കഴിഞ്ഞ ദിവസം ഇടവക്ഷന്റെ നേതൃത്വത്തിൽ ആരോഗ്യ സ്പെഷ്യൽ സബ്ജക്ട് സന്ദർശിച്ചപ്പോൾ ഒരു 45 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സ് താഴെയുള്ളതായ ആളുകൾ, വളരെ ചെറുപ്പക്കാരായ ആളുകളാണ് അവിടെ തടവിൽ കഴിയുന്നത്. അവരുടെ മുഖങ്ങളിലേക്ക് നോക്കുമ്പോൾ ഉള്ളിൽ സങ്കടമാണ്. ഈ ചെറുപ്രായത്തിൽ തടവുകാരായി മാറ്റപ്പെടുകയാണ് അല്ലെങ്കിൽ ഒരു ജയിൽ പുള്ളിയായി മാറ്റപ്പെടുകയാണ്. അങ്ങനെ അതിന്റെ അപ്രകാരമായി തീരാൻ കാരണമാണ് പലപ്പോഴും അതിലൊരു പിന്നാമ്പുറങ്ങളിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ
സ്നേഹത്തിൻ്റെ അനുഭവം നഷ്ടപ്പെടും. അതുകൊണ്ട് ക്രിസ്മസ് എന്ന് പറയുന്നത് പരസ്പരം സ്നേഹിക്കാൻ കരുതാനുള്ള അനുഭവമാണ്. പലപ്പോഴും ഇത് വാക്കുകൾ കൊണ്ട് പറയാൻ നമുക്ക് സാധിക്കും. എന്നാൽ എത്രത്തോളം അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സാക്ഷീകരിക്കാൻ കഴിയുന്നില്ല. നാം പറയുന്നത് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ നാം കർത്താവിൻ്റെ ജനനത്തെ കൊണ്ടാടുമ്പോൾ നാം പാടുന്നതായ പാട്ടുകൾ, നാം വായിക്കുന്നതായ വാക്യങ്ങൾ, ഇതൊക്കെ ഇത്രത്തോളം അർത്ഥവത്തായി ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നില്ല. ഇതൊരു ചോദ്യം. ഇത് പലപ്പോഴും ഇത് തലമുറകളിലേക്ക് പകർന്നു നൽകാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. ഇതിന് പക്ഷെങ്കിൽ യൗവനക്കാരുടെ മുന്നിലുള്ളതായ പ്രതിസന്ധിയല്ല. ഞാനിപ്പോ ഇവിടെ നിന്നും ഇങ്ങനെ ശ്രദ്ധിച്ചു, ഞങ്ങളുടെ വിഭജനങ്ങൾ യൗവനക്ക ഒരു തന്നെ അല്ലെങ്കിൽ ബെന്നിനുകൾ എടുക്കണം. ആ ബെന്നിന്റെ പുറകിൽ ഒരു ക്യാപ്ഷൻ ഞാനിവിടെ നിങ്ങൾ വായിക്കും. അപ്പൊ ഞാൻ പറയുന്ന ക്യാപ്ഷൻ അല്ലെങ്കിൽ ഞാൻ പറയുന്നതായ അല്ലെങ്കിൽ എൻ്റെ വസ്ത്രം എന്താണ് സംവേദന ചെയ്യപ്പെടുന്നതായ ചിന്ത. ഞാൻ ഇവനൊക്കെ വിടുന്നതല്ല. എന്നാൽ പലപ്പോഴും അതാണ് ഇന്നത്തെ ഈ യൗവനത്തിൻ്റെ പ്രശ്നം. കാരണം അവര് പറയുന്ന ഒരുപക്ഷെ ചില സിനിമയുടെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്യാപ്ഷൻസ് ആയിരിക്കും. എന്നാൽ അത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ക്രിസ്മസിന്റെ നാളുകളിൽ എന്താണ് നമ്മൾ സംവേദനം ചെയ്യപ്പെടുന്നത്? ഇത് പലപ്പോഴും ഇന്നത്തെ വലിയ വിനോദമാസ എന്തിനുവേണ്ടിയാണ് ക്രിസ്മസ്? എന്താണ് ക്രിസ്മസിന്റെ ഉൾക്കാമ്പ്? അത് ജീവിതത്തിൽ ചിന്തിക്കാൻ സാധിക്കും. ചില ഈ ക്യാപ്ഷൻസ് അത് നൽകുന്നതായ അർത്ഥതലങ്ങളുണ്ട്. അത് ശരിയാണ് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടം ഒത്തിരി വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടമാണ്. കർത്താവിനെ എന്ന് പറയുന്നതായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നതായ വ്യക്തികളാണ് ഞാൻ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഈ ക്രിസ്തുവിലൂടെ പകരപ്പെടാൻ സാധിക്കുന്നത്? ക്രിസ്തുവിലൂടെ പകരപ്പെടുവാൻ കഴിയുന്ന സ്നേഹത്തിന്റെ അനുഭവമാണ്. ഈ സ്നേഹം പകരണമെങ്കിൽ എന്താണ് നമ്മൾ വേണ്ടത്? ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്. ക്രിസ്തു സാന്നിധ്യമാണ്. ആ സ്ഥാനത്ത് തിരിച്ചറിയാൻ സാധിക്കുമ്പോഴാണ്, അതിന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് അത് യാഥാർത്ഥ്യമാക്കുന്നത്. ഇതുകൊണ്ട് നമ്മുടെ ഓരോ ക്രിസ്മസ് രാവുകളും അല്ലെങ്കിൽ ഓരോ ക്രിസ്മസും കർത്താവിനെ ഉയർത്തി കാണാൻ സാധിക്കും. കർത്താവിനെ ഉയർത്തിപ്പിടിക്കാൻ അനുഭവമാണ്. ക്രിസ്തു ഈ ലോകത്തിൽ ജനിക്കുന്നത് അല്ലെങ്കിൽ ക്രിസ്തു ഈ ലോകത്തിൽ പൂജാതനാകുമ്പോൾ ഒത്തിരി കുഞ്ഞുങ്ങളുടെ പരസ്യമുണ്ട്. ചിലരുടെയൊക്കെ ജീവിതങ്ങൾ അവര് പൂർണ്ണമായി വിട്ടു നൽകുന്നതുകൊണ്ടാണ് അത് യാഥാർത്ഥ്യമായി വരുന്നത്. ഞാൻ ഓർക്കുകയാണ് ഈ 2 ദിവസങ്ങൾ 3 ദിവസങ്ങൾ കുഞ്ഞുങ്ങൾ ഇവിടെ അവരുടെ വലിയ അഭിമാനം ഇവരെ രാത്രി എനിക്ക് ആരും വീട്ടിൽ പോകില്ല, ഇവിടെ തന്നെയാണ്. വളരെ അഭിമാനം ഒരുമിച്ചുള്ളതായ കുട്ടികൾ പോലെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന ആശീലം ഒരുമിച്ചുള്ളതായ ഒരു കാര്യമാണ്. അഭിമാനമാണ്.
യാഥാർത്ഥ്യമാക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ കാണാനായിട്ട് യാത്ര തിരിച്ചതായ വിദ്വാൻമാർ അവർക്ക് മുൻപിൽ ഒരു നക്ഷത്രമുണ്ടായി. ആ നക്ഷത്രം നോക്കിയാണ് യാത്ര തിരിച്ചത്. അതിനിടയ്ക്ക് ഇവിടെ വെച്ചോ അവരാ ദിശ മാറ്റിപ്പിടിക്കുക. അവരുടെ ബുദ്ധിതലത്തിൽ അവർ ചിന്തിക്കുന്നു, രാജാവ് ജനിക്കുന്നത് രാജകൊട്ടാരം, അതുകൊണ്ടാണ് ഹേദരാവിന്റെ ഇടയിൽ പോകുന്നത്. അവരാ ദിശ മാറ്റി പിടിച്ചുകൊണ്ടാണ് അനേക കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ആ സമൂഹത്തിൽ കഴിക്കാനിടയാണ്. അനേക വിറ്റ് കുഞ്ഞുങ്ങൾ മരിക്കാനിടയാണ്. അതായത് തമ്പുരാൻ നൽകിയിരിക്കുന്ന ദർശനമുണ്ട്. ഈ ദർശനത്തിൽ പിൻപറ്റാൻ, ഈ ദർശനത്തെ പിൻപറ്റുന്ന ജീവിതമായിരുന്നു. നമ്മളെല്ലാവരും കർത്താവിന്റെ വിളക്കുകളാണ്. കർത്താവിന്റെ വെളിച്ചങ്ങളിലുള്ള ഈ വെളിച്ചങ്ങളായി തീരാൻ സാധിക്കും, വലിയ വിളക്കുകളായി തീരാൻ സാധിക്കും. കഴിഞ്ഞ 3 വർഷത്തെ ശുശ്രൂഷ ആ ശുശ്രൂഷയിലൂടെ വഴിവിളക്കുകളായി തീരാൻ കഴിയുന്നില്ലായിരുന്നു. ഞങ്ങളുടെ ശുശ്രൂഷകൾ പരാജയമാണ്. വഴിവിളക്കുകളെല്ലാം തീരുമ്പോൾ, വഴി വെളിച്ചങ്ങളെല്ലാം തീരുമ്പോൾ ആ വഴിയിലൂടെ ചിലതിലൊക്കെ ആ വെളിച്ചങ്ങൾ കണ്ട് മുന്നോട്ട് നമ്മൾ ഓരോ ക്രിസ്മസും ഈ വഴിവിളക്കുകളായി തീരാനുള്ള വിളിയാണ്. വഴിവിളക്കുകളായി തീരാൻ വിളിച്ചിരിക്കുന്നതായ ക്രിസ്തുവിന്റെ വെളിച്ചങ്ങൾ തീർന്ന ജീവിതമായിട്ടുള്ള പരസ്പരം കരുതുന്ന, പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം ക്ഷമിക്കുന്ന സമൂഹമാണ് ഈ ക്രിസ്തുവിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ ഈ ക്രിസ്മസും തുടർന്നുള്ള ക്രിസ്മസും പ്രധാനമായിട്ട് ഈ ഒരു ക്രിസ്മസ് രാമം ഇത്ര മനോഹരമാക്കുവാൻ അനുഗ്രഹീതമാക്കുവാൻ അധ്വാനിച്ചതായ പ്രയത്നിച്ചതായ എല്ലാവരും പ്രത്യേക സന്തോഷം അറിയിക്കാം. അധ്വാനങ്ങൾ അധികം മാനിക്കട്ടെ, പ്രയത്നങ്ങൾ അധികം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വഴിപെടുത്തലാണ് ഞാൻ കർത്താവിന്റെ വെളിച്ചമില്ല, ആ വെളിച്ചമില്ല അനേകർക്ക് ക്രിസ്തുവിന്റെ വെളിച്ചമില്ല. തുടർന്നുള്ള നാളുകൾ നമ്മുടെ ശുശ്രൂഷയിൽ, പ്രവർത്തനങ്ങൾ ചിത്രങ്ങളൊന്നും മാറ്റുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് പാട്ട് അവസാനിപ്പിക്കുന്ന ദൈവം അനുഗ്രഹിക്കും.